ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ആൻഡ് നമ്മളുടെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചു, എന്താ ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, എന്താ യൂട്യൂബ് നിർത്തിയോ എന്നൊക്കെ, ട്രാവൽ സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചു. നിർത്തിയതല്ല, കുറച്ച് ഡിലേ വന്നു, സോറി ഫോർ ദാറ്റ്. നമ്മൾ എന്തായാലും നമ്മുടെ ട്രാവൽ സീരീസും കുക്കിംഗ് സീരീസും ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ഓണം സീരീസ് കൂടി വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മളൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, നല്ല നാടൻ പലഹാരമായ എള്ളുണ്ടയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എള്ളുണ്ട റെസിപ്പി കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ എള്ളാണ് കേട്ടോ ഇത്. അപ്പോൾ ആ എള്ള് നമ്മൾ കഴുകി ഉണക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കഴുകി ഉണക്കുക നമ്മുടെ എള്ള്. അപ്പോൾ അതാ ആ 1 കപ്പ് എള്ളാണ് നമ്മുടെ ഈ എള്ളുണ്ടയ്ക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് കറക്റ്റ് എമൗണ്ട് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ എള്ള് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ എള്ള് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ എള്ള് നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് കപ്പലണ്ടിയാണ്. ഞാനിവിടെ ഒരു 1.5 കപ്പ് കപ്പലണ്ടിയാണ് കേട്ടോ എടുക്കുന്നത്. ഈ കപ്പലണ്ടി നമ്മൾ വറുത്ത് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ 1 കപ്പും ഇതിൻ്റെ കൂടെ നമ്മളൊരു 1/2 കപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാളികേരം ചുരുക്കിയതാണ്. അപ്പോൾ നാളികേരം നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് നിറച്ചും നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ 1 കപ്പ് എള്ള്, 1.5 കപ്പ് കപ്പലണ്ടി, 1 കപ്പ് നാളികേരം. അപ്പോൾ ഈ നാളികേരം നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായി വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് അതിൻ്റെ ഈർപ്പം മാറുന്ന വരെ വറുത്തെടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് നാളികേരം നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച്, നെയ്യുടെ എമൗണ്ട് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം, ഈവൻ ഈ നെയ്യ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നെയ്യിട്ട് ഈ നാളികേരത്തിൻ്റെ ഈർപ്പം, അതായത് വാട്ടർ കണ്ടൻറ്റ് പോകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതാണ് നമ്മുടെ നാളികേരം വറക്കലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. സോ നമ്മുടെ നാളികേരം ഇവിടെ റെഡി വറുത്ത് വന്നിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട്. നമ്മളിതിന് മധുരത്തിന് വേണ്ടി എടുക്കുന്നത് 3 കട്ട, നമ്മുടെ ശർക്കര വാങ്ങുമ്പോഴുള്ള കട്ടയില്ല, അങ്ങനത്തെ 3 കട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് കൂട്ടാം, കുറവ് വേണമെന്നാണെങ്കിൽ എമൗണ്ട് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ആ 3 കട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ആദ്യം നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് അതിൽ ഫസ്റ്റ് നമ്മൾ എള്ളാണ് പൊടിച്ചെടുക്കുന്നത്. എള്ള് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എള്ള് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള നമ്മൾ പൊടിച്ചെടുക്കാൻ പോകുന്നത് നമ്മുടെ കപ്പലണ്ടിയാണ്. ആദ്യം കപ്പലണ്ടിയുടെ പകുതി ഭാഗം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൗഡറാവുന്ന രീതിയിൽ പൊടിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ഹാഫ്, അതായത് ബാക്കി പകുതി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എള്ളുണ്ട കടിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നാളികേരം, നമ്മുടെ ശർക്കരയും. ഇത് രണ്ടും കൂടിയിട്ട് ഹാഫായിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എള്ളുണ്ട ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയണത്. വളരെ കുറച്ച് സമയം മതി, കൂടിപ്പോയാൽ ഈ വറക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ. പിന്നെ അത് മിക്സ് ചെയ്ത് ജസ്റ്റ് ബോൾസ് ആക്കി വെക്കുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് നമ്മുടെ ഈ എള്ളുണ്ട. എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനത്തെ എള്ളുണ്ട പോലത്തുള്ള പലഹാരങ്ങളൊക്കെ കുറച്ച് ഹെൽത്തി ആണല്ലേ. അപ്പോൾ ബാക്കി ലാസ്റ്റത്തെ സ്റ്റെപ്പും കൂടി ചെയ്തു. ഇനി നമുക്ക് ഇതും കൂടി നമ്മുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് കൈ തന്നെ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക, സ്പൂണൊന്നും ഉപയോഗിച്ച് മിക്സ് ചെയ്യാതെ നല്ല രീതിയിൽ കൈ കൊണ്ട് തന്നെ കുഴച്ച് നന്നായി ഈവനായി മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എള്ളും ശർക്കരയും തേങ്ങയും നമ്മുടെ കപ്പലണ്ടിയൊക്കെ അടിപൊളിയായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ബോൾസ് ആക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ് കഴിക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയ ബോൾസും കുറച്ച് ചെറിയ ബോൾസൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, നാടൻ പലഹാരമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ നമ്മുടെ അനലിറ്റിക്സ് നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലൊരു മെമ്പർ ആവുക. ആൻഡ് അപ്പോൾ ഇത്രയും എളുപ്പമായിട്ടുള്ള എള്ളുണ്ടയായിരുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ട്രാവൽ സീരീസും ഫുഡ് സീരീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.